Okay, so it is our story hour, right? Yes. Okay, ഇന്ന് ആരാ ആദ്യം സ്റ്റോറി പറയുന്നേ? ആർക്കാ ആദ്യം സ്റ്റോറി പറയാനുള്ളേ? ഇഷാനി. എന്താ ഇഷാനിയാണല്ലോ ആദ്യം കൈവെക്കുന്നത്? ഇഷാനി എന്നാ സ്റ്റോറി പറയും. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഞങ്ങൾ കേൾക്കട്ടെ ഇഷാനിയുടെ സ്റ്റോറി. പറഞ്ഞു. ഒരു ദിവസം ചേട്ടത്തിപ്രാവും അനിയത്തിപ്രാവും ഉണ്ടായിരുന്നു. ഒരു ദിവസം ചേട്ടത്തി പുറത്തു പോയപ്പോ ചേട്ടത്തി അനിയത്തിപ്രാവിനോട് പറഞ്ഞു, അനിയത്തിപ്രാവെ, ഞാൻ വരുമ്പോഴേക്കും പയറുമണികൾ വറുത്തു വെക്കണം. എന്നിട്ട് ചേട്ടത്തിപ്രാവ് വന്നപ്പോ അനിയത്തിപ്രാവ് വീതം വറുത്തപ്പോ വീതം കുറഞ്ഞു പോയി. അപ്പൊ ചേട്ടത്തിപ്രാവ് ചോദിച്ചു അനിയത്തിപ്രാവിനോട്, നീ മൊത്തം തിന്നോന്ന്. അപ്പൊ ചേട്ടത്തിപ്രാവിന് ദേഷ്യം അനിയത്തിപ്രാവിനെ കൊത്തിക്കൊന്നു. ചേട്ടത്തിപ്രാവിന് വിഷമായി. പിന്നെ അതെയോ? നല്ല സ്റ്റോറി കേട്ടോ, മെടുക്കി. ഓക്കെ, അപ്പൊ ഇഷാനിയുടെ സ്റ്റോറി കേട്ടോ എല്ലാവരും? ഇഷാനി പറഞ്ഞ സ്റ്റോറി കേട്ടു അല്ലേ? ഹെയിൽജോ അവിടെ കൈവന്നിച്ച് കാണിക്കുന്നുണ്ടല്ലോ. അടുത്ത സ്റ്റോറി പറയുന്ന ആള് ഹെയിൽജോയാ? ഓക്കെ, കൊച്ചിന്റെ കൈ പിടിച്ച് താത്തണ്ടെന്നേ കൊച്ചു പറഞ്ഞോട്ടെ. അൺമ്യൂട്ട് ചെയ്താ പോലെ. പറഞ്ഞു. വൃത്തി പറ. തൊപ്പി കൊടുത്താൽ തല വെച്ചോണ്ട് ചോട്ടിലിട്ടിരുന്നു. അവിടെ ഇരുന്ന് അപ്പൂപ്പൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് മോളിയുണ്ടായിരുന്ന കുരങ്ങന്മാര് തൊപ്പി എടുത്ത് കൊണ്ടുപോയി. അപ്പൊ എഴുന്നേറ്റ് നോക്കുമ്പോ കൊട്ടയിൽ തൊപ്പിയില്ല. മോളിലോട്ട് നോക്കുമ്പോ കുരങ്ങന്മാർ തൊപ്പി എടുത്തത്. അപ്പൂപ്പന്റെ തലയിൽ നിന്ന് തൊപ്പി എടുത്തിട്ട് അവർക്ക് ചേര് കൊടുത്തു. സന്തോഷമായി. അവരുടെ തൊപ്പിയെടുത്ത് ക്ലാപ്പ് കൊടുത്തേ അവന്. ആദ്യം കഥ പറഞ്ഞ ഷാനിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കണേ. ഒരു ക്ലാപ്പ് കൂടെ കൊടുത്തേ എല്ലാവരും. ഓക്കെ ഓക്കെ, നല്ല കഥയെല്ലാം അറിയുന്ന കുട്ടികളല്ലേ? എന്ത് നല്ല കഥയാ പറയുന്നേ. നിങ്ങളെല്ലാം അംഗൻവാടിയിലൊക്കെ പോയിട്ടുണ്ടല്ലേ? അംഗൻവാടിയിൽ നല്ല കഥയെല്ലാം പഠിച്ചിട്ടാണ് എല്ലാവരും വന്നേക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി മിസ് ഒരു കഥ പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണോ എന്ന് അറിയിച്ചു. ഓക്കെ, okay. Once upon a time, there was a small village. Okay.
പണ്ട് ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. ഓക്കെ. In that village there was a big pond. In that village there was a big pond. എന്താ പറഞ്ഞേ? ആ വില്ലേജില് ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. എന്താ കുളം കണ്ടിട്ടുണ്ടോ നിങ്ങള്? കുളം കണ്ടിട്ടുണ്ടല്ലേ? കുളത്തില് വെള്ളമുണ്ട് അല്ലേ? ഓക്കെ. So in that pond there lived 3 fishes. ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ? മീനാട്ടോ, മീൻ. അപ്പോ ആ കുളത്തില് എത്ര മീനുണ്ടായിരുന്നു? 3 മീനുണ്ടായിരുന്നു. ഓക്കെ. ആ കുളത്തിൽ എത്ര മീനാ ഉണ്ടായിരുന്നേ? 3 മീൻ. ഫസ്റ്റ് ഫിഷ്, സെക്കൻഡ് ഫിഷ് ആൻഡ് തേർഡ് ഫിഷ്. ഓക്കെ. ഒന്നാമത്തെ മീന്, രണ്ടാമത്തെ മീന്, മൂന്നാമത്തെ മീൻ, അങ്ങനെ 3 പേരുണ്ടായിരുന്നു. അവര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. ഈ 3 മീനുകളും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അവര്. പക്ഷെ അവർക്ക് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫിഷ്, ആദ്യത്തെ ഫിഷ് ഉണ്ടല്ലോ, ഭയങ്കര വൈസ് ആയിരുന്നു. വയസ്സ് എന്നല്ല പറഞ്ഞ വോയിസ് എന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിയൊക്കെയുള്ള, നല്ല ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ള ഒരു ഫിഷ് ആയിരുന്നു ഒന്നാമത്തെ ഫിഷ്. ഓക്കെ. അവന് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഫിഷോ ക്ലവർ ആയിരുന്നു, സൂത്രശാലിയായിരുന്നു. കുറെ സൂത്രങ്ങളൊക്കെ അറിയായിരുന്നു കേട്ടോ. കുറെ സൂത്ര പരിപാടികളൊക്കെ അവന്റെ ഉണ്ടായിരുന്നു. പിന്നെ തേർഡ് ഫിഷ്, മൂന്നാമത്തെ ഫിഷ് ഉണ്ടല്ലോ, he was very lazy. എന്തായിരുന്നു? ലേസി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? മടിയനായിരുന്നു. മൂന്നാമത്തെ ഫിഷിന്റെ പ്രത്യേകത മടിയനായിരുന്നു. ഓക്കെ. നമ്മുടെ ഒന്നാമത്തെ ഫിഷ് എങ്ങനെയുള്ളതായിരുന്നു? വൈസ് ആയിരുന്നു അല്ലേ? നല്ല ബുദ്ധിമാനായിരുന്നു. രണ്ടാമത്തെ ഫിഷോ ക്ലവർ ആയിരുന്നു, സൂത്രശാലിയായിരുന്നു. പിന്നെ മൂന്നാമത്തെ ഫിഷിന്റെ പ്രത്യേകത മടിയനായിരുന്നു അല്ലേ? ഭയങ്കര മടിയായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ടിരുന്ന ഒരു പണിയും ചെയ്യത്തില്ല അല്ലെ? മടിയനായിരുന്നു. പഠിക്കുകയില്ല, എഴുതുകയില്ല, അങ്ങനെ മടിയനായിരുന്നു ആര്? മൂന്നാമത്തെ ഫിഷ്. അവര് എങ്കിലും they were very good friends. അവര് 3 പേരും ഇങ്ങനെയൊക്കെ വ്യത്യസ്തരായിരുന്നെങ്കിലും അവരെന്തായിരുന്നു? കൂടെ മൊത്തത്തിൽ അവര് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. അവര് നല്ല കൂട്ടുകാരായിരുന്നു. ഓക്കെ. അങ്ങനെ അവര് 3 പേരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് ആ കുളത്തിൽ ഇങ്ങനെ ജീവിച്ചു പോരുമായിരുന്നു. ഡേയ്സ് പാസ്ഡ് ബൈ. ദിവസങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. One day the first fish was just swimming over the water. ഒന്നാമത്തെ ഫിഷ് ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ബാക്കി 2 പേരും അടിയിലായിരുന്നു കേട്ടോ. അപ്പോ the first fish heard someone talking from near the pond. ആ കുളത്തിന്റെ സൈഡിൽ നിന്ന് ആരൊക്കെയോ വർത്തമാനം പറയുന്നത് ആര് കേട്ടു? നമ്മുടെ ഫസ്റ്റ് ഫിഷ്, ഒന്നാമത്തെ ബുദ്ധിമാനായ ഫിഷ് കേട്ടു. ഓക്കെ. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചു എന്താ പറയുന്നത്. he listened very carefully. അവനിങ്ങനെ ശ്രദ്ധിച്ചു. ആരോ പോണ്ടിന്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ സംസാരം അവനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ എന്തായിരുന്നു അത്? അവിടെ 2 ഫിഷർമെൻ ആയിരുന്നു. 2 മീൻപിടുത്തക്കാരായിരുന്നു ആ കുളത്തിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്നത്. ഓക്കെ. അപ്പോ ഒരു ഫിഷർമാൻ മറ്റേ ആളോട് പറയാ, ഒരു മീൻപിടുത്തക്കാരൻ മറ്റേ മീൻപിടുത്തക്കാരനോട് പറയാ, there are so many fishes in this pond. ഈ കുളത്തില് കുറെ മീനുകളുണ്ട്. we will come tomorrow and catch them all. നമുക്ക് നാളെ വന്ന് ഈ കുളത്തിലുള്ള എല്ലാ മീനിനെയും പിടിച്ചോണ്ട് പോകണമെന്ന് അവര് ഡിസ്കസ് ചെയ്യുന്നത് ആര് കേട്ടു? നമ്മുടെ ബുദ്ധിമാനായ ഒന്നാമത്തെ ഫിഷ് കേട്ടു കേട്ടോ. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ? he ran to his friends. ഫസ്റ്റ് ഫിഷ് വേഗം ഓടി തന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചെന്നു. സെക്കൻഡ് ഫിഷിന്റെയും തേർഡ് ഫിഷിന്റെയും അടുത്ത് ചെന്നു നമ്മുടെ ഫസ്റ്റ് ഫിഷ്. ഓക്കെ. എന്നിട്ട് അവരോട് പറഞ്ഞു, I heard the fishermen talking from outside, so we will have to leave this pond now itself. എന്താ പറഞ്ഞേ? ഞാൻ കേട്ടിരുന്നു
ഈ കുളത്തിന് പുറത്ത് നിന്ന് രണ്ട് ഫിഷർമെൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കുളത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ ഫസ്റ്റ് ഫിഷ് ഇങ്ങനെ വന്ന് പറഞ്ഞു. The second and third fish did not give much care to it. അവര് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയൊന്നും ചെയ്തില്ല. ഈ ഫസ്റ്റ് ഫിഷ് വന്ന് പറഞ്ഞത് വലിയൊരു പരിഗണനയൊന്നും കൊടുത്തില്ല. എന്നിട്ടോ ഫസ്റ്റ് ഫിഷ് പിന്നെയും പറഞ്ഞു, I really heard them talking. ഞാൻ എന്തായാലും സത്യമായിട്ട് ഞാൻ കേട്ടു, അവര് നാളെ വന്ന് നമ്മളെ പിടിക്കും, അതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോ the second fish and third fish still did not believe. അവർക്ക് പിന്നെയും അത്ര വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. Anyway, the first fish moved from that pond to the other. ഫസ്റ്റ് ഫിഷ് പറഞ്ഞു, ഞാൻ ഏതായാലും ഈ കുളത്തിൽ നിന്ന് കുറച്ചപ്പുറത്തുള്ള കുളത്തിലോട്ട് പോവുകയാണ്, നിങ്ങൾ വരുന്നുണ്ടേ പോരെ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ മീൻ പറഞ്ഞു, ഞാൻ പോവുക, ഏതായാലും നാളെ മീൻപിടുത്തക്കാർ വരും, വലയിടും, നമ്മളെല്ലാം പിടിച്ചോണ്ട് പോകും. അപ്പോ അത് കേട്ട സ്ഥിതിക്ക് ഞാൻ ഏതായാലും ഈ കുളത്തിൽ നിന്ന് വേറെ കുളത്തിലോട്ട് പോവാണ്, നിങ്ങൾ പോരുന്നുണ്ടേ പോരെ, ഇല്ലെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞു. ഓക്കെ, ദ ഫസ്റ്റ് ഫിഷ് ലെഫ്റ്റ്. ഒന്നാമത്തെ മീന് അങ്ങനെ അവിടെ നിന്ന് പോയി. സെക്കൻഡ് ആൻഡ് തേർഡ് ഫിഷ് റിമെയിൻഡ് ഇൻ ദ പോണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫിഷ് എന്ത് ചെയ്തു? അവരെ പോണ്ടിൽ തന്നെ നിന്നു. അപ്പൊ സെക്കൻഡ് ഫിഷ് തോട്ട്, ഐ വിൽ മാനേജ് സംഹൗ, ഐ വിൽ എസ്കേപ്പ് ഫ്രം ദ ഫിഷർമെൻ. രണ്ടാമത്തെ മീൻ ചിന്തിച്ചു, എനിക്ക് കുറെ സൂത്രങ്ങളൊക്കെ അറിയാം, അപ്പൊ ഞാൻ ഏതായാലും രക്ഷപ്പെടും, എന്തായാലും ഞാൻ എന്നെ പിടിക്കാൻ അവരെ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ എങ്ങനെയും രക്ഷപ്പെടും. അങ്ങനെ ചിന്തിച്ചു ആര്? സെക്കൻഡ് ഫിഷ്. തേർഡ് ഫിഷ് ചിന്തിച്ചു, എന്തായാലും ഫിഷർമാൻ പിടിക്കുവാണെങ്കിൽ പിടിച്ചോണ്ട് പോട്ടെ, ഇനിയിപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ, വേറെ ഇപ്പൊ എന്താ ചെയ്യാനാ, എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല, മടിയനാണല്ലോ. അപ്പൊ പറഞ്ഞു, എനിക്ക് അതൊന്നും പറ്റത്തില്ല, എനിക്ക് ഇവിടെ നിന്ന് മാറിപ്പോവാൻ പറ്റില്ല, എനിക്ക് ഇവിടെ തന്നെ കിടന്നുറങ്ങണം. അങ്ങനെ കിടന്നു. അപ്പോ ദ നെക്സ്റ്റ് മോർണിംഗ് കെയിം. അടുത്ത ദിവസം നേരം വെളുത്തു. The two men came with their nets. Okay, രണ്ട് ഫിഷർമെനും അവരുടെ വലയൊക്കെ ആയിട്ട് കുളത്തിന്റെ അടുത്തോട്ട് വന്നു. So he put the net in order to catch the fishes. അവൻ വല വിരിച്ചു അല്ലേ, മീനെ പിടിക്കാൻ വലയിട്ടു. അപ്പൊ സെക്കൻഡ് ആൻഡ് തേർഡ് ഫിഷ് were caught in the net. രണ്ടാമത്തെ ഫിഷും മൂന്നാമത്തെ ഫിഷും ആരുടെ വലയിൽ പെട്ടു? ഈ ഫിഷർമെന്റെ വലയിൽ പെട്ടു. അപ്പോ എന്ത് സംഭവിച്ചേ? അവര് വല എടുത്തപ്പോ the second fish pretended to be dead. രണ്ടാമത്തെ ഫിഷ് എങ്ങനെ അഭിനയിച്ചു? ചത്തുപോയതുപോലെ മരിച്ചുപോയ പോലെ ഇങ്ങനെ അഭിനയിച്ച് കിടന്നു. അപ്പോ എന്ത് ചിന്തിച്ച് ഫിഷർമെൻ, ഞങ്ങൾക്ക് എതിരായി ചത്തുപോയ മീനെ നമ്മൾ കൂട്ടുവോ? വേണ്ട, പിടിച്ച വടയത് ഇതിനെന്തോ അസുഖം വന്നത് പോയതായിരിക്കും എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു? സെക്കൻഡ് ഫിഷിനെ എടുത്ത കുളത്തിലോട്ട് തന്നെ വലിച്ചു. അപ്പോ സൂത്രശാലിയായ സെക്കൻഡ് ഫിഷ് അവന്റെ കയ്യിലുള്ള ആ സൂത്രവിദ്യ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. മടിയനായ മൂന്നാമത്തെ ഫിഷോ അതിനെ ഫിഷർമാൻ കൊണ്ടുപോയി വറുത്ത് കഴിച്ചു, ഭക്ഷിച്ചു. അപ്പോ മടിയന് രക്ഷപ്പെടാൻ പറ്റിയോ? ഇല്ല അല്ലേ? ഫസ്റ്റ് ഫിഷ് പറഞ്ഞപ്പോ അത് കേട്ട് മറ്റേ പോണ്ടിലോട്ട് പോയിരുന്നെങ്കിൽ ഈ അപകടം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ മടിയനായതുകൊണ്ട് ഒന്നും ചെയ്തില്ല. അതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ മടിയനായ ലേസിയായ മൂന്നാമത്തെ ഫിഷിനെ മാത്രമേ ആര് പിടിച്ചുള്ളൂ? ഫിഷർമാൻ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ലേസിനെസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. അപ്പോ നമ്മൾ ഒരിക്കലും മടിയന്മാരും മടിച്ചുകളും ആവാതിരിക്കുക. ഓക്കെ, സ്റ്റോറി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇനി ആരാ നിങ്ങളിൽ ആരായിരുന്നു സ്റ്റോറി പറയുന്നേ? ലുബാബയോ? ലുബാബ അടുത്ത് ഹാൻഡ് റേസ് ചെയ്തല്ലോ. ലുബാബ അൺമ്യൂട്ട് ചെയ്തേ മോളെ. ലുബാബ പറഞ്ഞോ.
കണ്ട് ഒരു മനുഷ്യൻ തൊപ്പിക്കാരൻ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പ നടന്ന് ക്ഷീണിച്ചിട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്ന്. അപ്പ ആടെ കൊറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പ തൊപ്പിക്കാരൻ അല്ല കുരങ്ങൻ തൊപ്പിയെല്ലാം എടുത്തിട്ട് മരത്തിൽ കയറി. അപ്പ തൊപ്പിക്കാരൻ എണീച്ച് നോക്കുമ്പോ തൊപ്പിയൊന്നും കാണുന്നില്ല. അപ്പ തൊപ്പിക്കാരൻ കല്ലെടുത്ത് വെറ്റിനോലേക്ക് എറിഞ്ഞു. അപ്പം കുരങ്ങൻ തൊപ്പി എറിഞ്ഞു. ഓക്കെ, അപ്പൊ തൊപ്പിക്കാരൻ എന്നിട്ട് ആ തൊപ്പിയെല്ലാം പെറുക്കി കൊട്ടയ്ക്കകത്തിട്ടു അല്ലേ? അല്ലേ? നല്ല സ്റ്റോറി. ഇന്ന് ക്ലാപ്പ് കൊടുത്തേ, ദുബാബയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ. യെസ്, ഗുഡ്. ഫാത്തിമ മെഹറിൻ ഉണ്ടല്ലോ, ഹാൻഡ് റൈസ് ചെയ്യുന്നു. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തു. പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു കാക്കയും ഐസ്ക്രീമും വിരലെടുത്തേ വായിന്ന്. എന്നിട്ട് പറ. ടൊമാറ്റോ ഒണിയനോടുണ്ടായിരുന്നു. ഒരാസം അവര് നടക്കാറുന്നു. അപ്പം മഴ വന്ന് ഐസ്ക്രീമ് അലിഞ്ഞു പോയി. അപ്പം ഒണിയനും ടൊമാറ്റോവും വിഷമിച്ച് പിന്നെ നടന്നു. ടൊമാറ്റോ രണ്ടു കുട്ടി ബോൾ കളിക്കുമ്പോ ടൊമാറ്റോന്റെ തലക്ക് കൊണ്ടു. ടൊമാറ്റോ ഒണിയൻ വിഷമിച്ചു. ഒണിയൻ പറഞ്ഞു, മരിക്കുമ്പോ ആരാത് വിഷമിക്കലേ? ദൈവം പറഞ്ഞു, നീ മരിക്കുമ്പോൾ ആരെ കയ്യിലാണോ നീയുള്ളത് അവര് കരയും. അതുകൊണ്ടല്ലേ ഉള്ളി പൊളിക്കുമ്പോ നമ്മളെല്ലാം കരയുന്നേ? ഇപ്പോഴാ മനസ്സിലായേ. ഏതായാലും ഫാത്തിമയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ. എന്താ ഉള്ളി പൊളിക്കുമ്പോ നമ്മൾ കരയുന്ന എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? ഓക്കെ, മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ഇഷാനി, തനുസ്, ഫാത്തിമ മെഹറിൻ, എയ്തൻ തോമസ്, അൻവിത പ്രജീഷ്, ലുബാബ, ഹെയിൽജോ ഫെലിക്സ്, ഉമർ, നിതാഷ പ്രണവ്. ഓക്കെ, എല്ലാരെയും വിളിച്ചില്ലേ? ഓക്കെ, ഇനി ആരെങ്കിലും സ്റ്റോറി പറയുന്നുണ്ടോ? ഓക്കെ, ഇനി ആരും പറയുന്നില്ല അല്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ടാറ്റാ.
മിസ്സിന്റെ ടാറ്റ നീ. ഓക്കെ, നീ മൺഡേ കാണാട്ടോ. ഓക്കെ.